ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു അല്ലേ? ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പല വേഷങ്ങൾ കിട്ടുമ്പോൾ പല ആളുകളും പല രീതിക്ക് സമീപിക്കാം, അഡ്ജസ്റ്റ്മെന്റ് വരെ പല രീതിക്കും സംസാര രീതികൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇപ്പൊ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ നോക്കിയാൽ അറിയാം. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഞാൻ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ചെയ്തത് ആരണ്യം എന്ന് പറഞ്ഞ മൂവി ഇപ്പം ജനുവരിയിൽ റിലീസാകാൻ പോവാണ്. പിന്നെ കാത്തൊരു കല്യാണം. ഇതാണ് എടുത്ത് പറയാൻ. ഇല്ല, അതിലും ഇല്ല. അതിൽ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പറയുന്നതല്ല, അതിപ്പോൾ ഈ ഫീൽഡിൽ വന്നതിനെ കൊണ്ട് അനുഭവം ഉണ്ടാവണമെന്നില്ല ഉള്ളൂന്നില്ലല്ലോ. അതിന് ഏത് മേഖലയിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർ പോകുന്നില്ല, വീട്ടിൽ പൈസ ഇല്ല. കേട്ടിട്ടുണ്ട് ഭർത്താവ് ഗൾഫിലാണ്, പോകുന്ന ഭാര്യമാരുണ്ട്. കാരണം സൂഹിക്കാൻ വേണ്ടി ആയിരിക്കില്ല, ചിലപ്പം ഭർത്താക്കന്മാർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. മീൻസ് ചിലവിന് കൊടുക്കുന്നുണ്ടാവില്ല, ആക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ കൊണ്ട് പോകുന്നതായിരിക്കാം. തെറ്റ് എന്ന് പറയാൻ ഇതിലിപ്പം എൻ്റെ കാര്യമല്ല, ഞാൻ വർക്ക് സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല, കൂടുതൽ സീരിയലാണ് ചെയ്തത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം. നമ്മൾ ഇതിന് വേണ്ടി മാത്രം, അവസരത്തിന് വേണ്ടി മാത്രം എല്ലാവരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ അവരൊക്കെ അങ്ങനെ പോയിട്ട്. പിന്നെ പറയാച്ചാ പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിച്ചു നോക്കാം, ഒരു മെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്കാണോ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാണോ പൈസ കൂടുതൽ കിട്ടുന്നത്? ചോദിച്ചു നോക്കിയാൽ ഫീമെയിൽ തന്നെയാണ്. അല്ല ഫീമെയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെയാണ്, അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അവിടെ. ഇതെന്റെ ഒരു ആദ്യ അറിവാണ്. അല്ല, തെറ്റായ കണ്ണിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത്, 2 കുട്ടികളെ ചേർത്ത് താമസിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവിടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയ ഒരു അനുഭവം എന്തായിരിക്കും? പൈസേൻ്റെ കാര്യം തന്നെയാണ് ബുദ്ധിമുട്ട് വന്നത്. ഞാൻ സഹായിച്ചവർ പോലും മുഖം തിരിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഈ കല്യാണത്തിന് ഏട്ടനാണ് മൊത്തം ചെയ്തത്. ഏട്ടന് സമി ചേച്ചി, ഏട്ടൻ്റെ വീട്ടിലെല്ലാവരും. എന്നുവെച്ചാൽ എൻ്റെ വീട്ടുകാരോട് പോലും ഒന്നും എടുക്കരുത് എന്നാണ് പറഞ്ഞത്. എനിക്ക് വർക്കിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടും വർക്കിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ അവസ്ഥ അറിയുന്നവരോട് പോലും ഞാൻ ചോദിച്ചിട്ട് ഈ കല്യാണത്തിൻ്റെ ഈ ടൈമിൽ തന്നെ ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് തിരിഞ്ഞവരുണ്ട്. കാരണം മൊത്തം സപ്പോർട്ട് ചെയ്ത് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ ഒരു മുഖം തിരിച്ച് ഭയങ്കരമായിട്ട് എന്താണ് നല്ല, ഞാൻ പറയുകയും ചെയ്തു, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ആരും പേരൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവർ മോശം രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് വരണം, നീ പൈസ തരണ്ട, ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകേണ്ട ആവശ്യം വന്നില്ല, ഞാൻ പൈസ തിരിച്ചു കൊടുത്തു. അത് 5000 ആയിട്ട് അങ്ങനെ കുറച്ചായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ല, നാളെ ഇനിയിപ്പോൾ ഞാൻ ഞെട്ടി എന്ന് പറയണ, ഞാൻ ഞെട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ അറിയുന്ന എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള കുടുംബജീവിതം മുന്നോട്ട് പോകണം, എല്ലാം ഷെയർ ചെയ്യണം. അപ്പോഴാണ് കുടുംബജീവിതം യാഥാർത്ഥ്യത്തിലാകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും നെട്ടുന്നില്ല എന്ന് നമുക്കറിയാം. എനിക്കെന്തും തുറന്ന് പറയാം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഏട്ടൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളത് എന്തുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും. ഏട്ടൻ ഇന്നാൾ വിളിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് പറയും, എന്തിനാ കുഞ്ഞുമോളെ ഞാൻ അത് പറയണ്ട, നീ വിളിച്ചു, നല്ലതാണ് സംസാരിക്കുക, ഇല്ല ഞാൻ കട്ട് ചെയ്യാം, വിടുക, അത്രയേ ഉള്ളൂ. ഈ കമൻറ്റ് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ വിളിക്കട്ടെ, ഫേസ്ബുക്കിൽ ആരും റെക്കോർഡ് ചെയ്ത് നോക്കൂ, ഞാൻ ചോദിക്കും, ഞാൻ വിളിക്കട്ടെ. വേണ്ട കുഞ്ഞുമോളെ അത് വിട്, അവർ പറയുന്നവരങ്ങ് പറയട്ടെ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ വിടും. ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുറേ ആൾക്കാർ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ. അതിനകത്ത് ഇപ്പം കല്യാണം പറഞ്ഞ നയന, സന്ധ്യ, ജഗ്ഗു, പിന്നെ എൻ്റെ ഒന്നിച്ച് പഠിച്ച സൗമ്യ. ഇത് വേണ്ട, ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലെ ആദ്യം ഇപ്പോൾ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലൊന്നും ചെയ്തു തരാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. എൻ്റെ അടുത്തൊന്നും ഓപ്പണായി പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ചെയ്തൊരു വിഡിത്താണല്ലോ അങ്ങനെ ഒളിച്ചോടി പോയത്. കുഴപ്പമില്ലല്ലോ, വിധി. ഇപ്പൊ കുഴപ്പമില്ല, അതിലൊക്കെ ഉണ്ടായതുകൊണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. പോയതൊക്കെ പോട്ടെ, പുതിയ ജീവിതത്തിലേക്ക് എല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി ഓർമ്മയിലേക്ക് വരേണ്ട കാര്യമില്ല. ഈ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ
മോള് +2 കഴിഞ്ഞു, മോൻ 3rd. ഇനി മോളെ എന്താക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഡാൻസ് അവരുടെ ഇഷ്ടമാണ്, അവരുടെ നമ്മൾ വിട്ടുകൊടുക്കും. എങ്കിൽ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം എന്തുവാ? ഏട്ടൻ പഠിക്കുമ്പോൾ LLB പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ഡാൻസും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇറക്കാമെന്ന് വെച്ചു. എൻ്റെ ഒരു ലീഗൽ ഫേം അതൊരു ലെഗസി എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾക്കല്ലേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതെ അതെ അതെ, അവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞതുപോലെ ഇപ്പം വേറെ കമന്റുകൾ വന്നത് ഉടനെ ഞങ്ങൾക്ക് കുട്ടികൾ വേണം അല്ലേ, അത് പറഞ്ഞതായിട്ട് അതിന് അയ്യോ, അതിന് അങ്ങനൊന്നും അല്ല സംഭവം. ആ ശരിക്കും അത് കേട്ടാൽ മനസ്സിലാവും. അതിന് യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അവര് ചോദിക്കുന്നതിന് ഏട്ടൻ ആൾക്കാർക്കായിട്ട് മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ കയ്യിലല്ലല്ലോ കിടക്കുന്നത്. കുട്ടികളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് മെയിൻ അതല്ലല്ലോ. നമ്മളൊരു പാർട്ട്ണർ, നമ്മളെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ നിൽക്കുക, ചേർത്ത് പിടിക്കുക. സങ്കടം വരുമ്പോൾ, അത് തലവേദന വരുമ്പം സാരില്ല, ഇപ്പോൾ പറയട്ടെ കുഞ്ഞുമോളെ സാരില്ല പോട്ടെ, ഇങ്ങനെ പറയാൻ ഒരാൾ ഇതുപോലെ ആയിട്ട് നിന്ന് വന്ന് തിരിച്ചങ്ങോട്ടേക്ക്. അങ്ങനെയാണ് വേണ്ടത്. അത് അവരെ ചോദ്യങ്ങൾക്ക് പിന്നെ എന്തോന്ന് ചെയ്യാനെന്ന് വട്ടം കൂടി എന്ന് 3:30 വരെ എന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏട്ടൻ മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാനും കൊടുത്തു സപ്പോർട്ട്. അത് വേറെ രീതിക്ക് വലിയ ഹൈലൈറ്റ് വന്നു വലിയ ഹൈലൈറ്റ് ആയിട്ടാവും. അത് വന്നു, ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു. സഭ്യത എന്ന് പറയുന്ന ഒരു മതിലുണ്ട്, അതുകൊണ്ട് പറയാത്തത്. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സഭ്യത ബാക്കിയുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ. കുഞ്ഞുമോള് പറയുന്ന രീതി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അത്തരം കമൻറ്റുകൾക്ക് ഞങ്ങൾ റിപ്ലൈ തരില്ല, പേടിക്കേ വേണ്ട. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.